ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ അസർബൈജാനിലെത്തിയിട്ട് ഞങ്ങൾ ഒന്ന് ഫ്രഷൻ അപ്പൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ബാക്കു സിറ്റി ടൂർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കോസ്റ്റ്യൂമൊക്കെ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. പക്ഷേ മെയിനായിട്ട് ഫ്രഷൻ അപ്പ് ആവാനാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളെ ഗൈഡ് നമ്മളെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്തതിന് ശേഷം നേരെ ബാക്കു സിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു വ്യൂ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, കുറച്ചൊരു യൂറോപ്യൻ ടച്ചും കുറച്ചൊരു അറബിക് ടച്ചും ഒക്കെ കൂടിയിട്ടൊരു മിക്സായിട്ട് വരുന്നൊരു സംഭവമാണ് ഈ ഒരു അസർബൈജാൻ എന്ന് പറയുന്ന സ്ഥലം തന്നെ. കാണാനൊക്കെ നല്ല രസമുള്ള സിറ്റികളാണ് കേട്ടോ. ഇവിടെ രാത്രികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നമുക്ക് രാത്രി വണ്ടിയിലിരുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതിനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ടോട്ടൽ എത്രയാണ് ഈ ഒരു അസർബൈജാൻ ട്രിപ്പിൽ നമുക്ക് ഓരോ ഫുഡ് കഴിച്ചതിനും അവിടെ പോയതിനും ഇവിടെ പോയതിനും ഒക്കെ ടോട്ടൽ എക്സ്പെൻസ് എത്ര ഉണ്ടായിരുന്നതെന്നൊക്കെ ഉള്ളത് ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അതായത് ഡേ 4ൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എവിടെ നിന്ന് എങ്ങനെ ഫുഡ് കഴിച്ചാൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ ഒരു റേറ്റ് വരിക എന്നുള്ളത്. പാക്കേജിൽ നമ്മൾ എത്രയ്ക്കാണ് പോയത് എല്ലാം വിശദമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ബാക്കു സിറ്റി ടൂറിലാണ്. ഇതൊരു ഫണിക്കുലർ ആക്ടിവിറ്റി എന്നാണ് കേട്ടോ ഈ ഒരു സംഭവത്തിൻ്റെ പേര്. നമ്മൾ എന്നിട്ട് ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഒരു 2 മന്നത്തായിട്ടുണ്ടാവും പെർ ഹെഡ്. 2 മന്നത്തിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ അവരങ്ങ് ടോപ്പ് വ്യൂവിൽ നമുക്കിങ്ങനെ കൊണ്ടെത്തിച്ചേരും. ഈ സാധനത്തിനകത്ത് ഇരുന്നിട്ട് താഴേക്ക് നോക്കാൻ നല്ല രസമാണ് കേട്ടോ. ദ എൻറ്റയർ സിറ്റി നമുക്കിങ്ങനെ 1 ഫ്രെയിമിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. മേളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്ലെയിം, ഈ ഒരു മസ്ജിദ്, പിന്നെ കുറേ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ. ഇത് ടോപ്പിലെത്തിയതിന് ശേഷമുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 4 ചുറ്റും കാണാൻ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. എന്തായാലും ഞങ്ങളത് നടന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ സ്വെറ്റർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഞാൻ കുറച്ച് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അതായത് ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമായിരുന്നു അവിടുത്തെ തണുപ്പ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ചുറ്റിക്കറങ്ങി കാണാൻ കുറച്ച് റീൽസൊക്കെ എടുക്കുക മാത്രമാണ് ചെയ്തത്. റീൽസ് എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി ഞങ്ങൾ വേഗം വെച്ച് പിടിച്ച് നടന്നു. അപ്പോൾ വേഗം നടക്കുമ്പോൾ നമുക്ക് തണുപ്പറിയാൻ പറ്റില്ല എന്നൊരു സംഭവം തന്നെയല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ അധികം ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും നമുക്കങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കുവിൻ്റെ ഭംഗി മുഴുവൻ ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട്. ഞങ്ങൾ ഒരുപാട് അവിടെ ഫുള്ള് നടന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് കാർപ്പറ്റ് മ്യൂസിയമിലേക്കായിരുന്നു. കാർപ്പറ്റ് മ്യൂസിയമും ഞങ്ങൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ കാർപ്പറ്റ് മ്യൂസിയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് ഡെന്നീസ് മോളാണ്. ഡെന്നീസ് മോളിൻ്റെ ഔട്ട്സൈഡ് സ്ട്രക്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ UAE പോലൊരു കൺട്രിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഏതൊരു രാജ്യത്ത് പോയാലും മോളുകളൊന്നും അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നില്ല. ബിക്കോസ് നമ്മൾ ഒരുപാട് മോളിലൊക്കെ ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടല്ലോ. UAEയിൽ ഉള്ള ആൾക്കാർ ഓൾമോസ്റ്റ് എല്ലാ GCC കൺട്രിയിലുള്ള ആൾക്കാർക്ക് മോള് ഒരു വലിയ സംഭവമായിരിക്കില്ല, ഒരു പുതുമയാർന്നൊരു സംഭവമായിരിക്കത്തില്ല. അതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഡെന്നീസ് മോളിൻ്റെ സ്ട്രക്ചർ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളൊക്കെ നോർമലി നമ്മളെ എല്ലാ മോൾസിനെയും പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാർപ്പറ്റ് മ്യൂസിയമിനകത്ത് ഒരുപാട് കാർപ്പറ്റ്സ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കാർപ്പറ്റ് മ്യൂസിയമാണ് അസർബൈജാനിലുള്ള ആ ഒരു കാർപ്പറ്റ് മ്യൂസിയം എന്ന് പറയുന്നത്. എന്തായാലും അതൊന്നും നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ അതൊക്കെയാണ് നടന്ന് ഇറങ്ങി കണ്ടത്. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തണുത്ത് കോച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാണ്ടായത്. അപ്പോൾ അസർബൈജാനിൽ ഈ ഒരു മന്ത് വരുന്ന ആൾക്കാർക്ക്, നവംബർ ഡിസംബറിലൊക്കെ വരുന്ന ആൾക്കാർ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. അതേപോലെ കോസ്റ്റ്യൂമിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നെപ്പോലത്തെ അബദ്ധം പറ്റരുത്. ആക്ച്വലി ഞാൻ ജാക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വണ്ടിയിൽ വെച്ചു മറന്നുപോയി. ഞാനത് അവിടെ പുറത്തിറങ്ങിയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല.
ഇതെല്ലാം നമ്മൾ ഡെന്നീസ് മോളിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റീൽസിന് വേണ്ടിയിട്ട് കുറേ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കു സിറ്റി ടൂർ അന്ന് ഫുള്ള് നമ്മൾ നടന്ന് കറങ്ങി കണ്ടതിന് ശേഷം അന്ന് രാത്രി നമ്മൾ കഴിച്ചൊരു ഡിന്നറാണിത്. ഈ ഒരു ഡിന്നറിന് ഏകദേശം നമുക്കൊരു 550 AD ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിഷിൻ്റെ പേര് ഷാഹ് പുലാവ് എന്നാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല വലിയ റൈസും അതിൻ്റെ ഉള്ളിൽ ചിക്കൻ. സോ ഇറ്റ് ഈസ് ലൈക്ക് എ ചിക്കൻ ബിരിയാണി ഫോർ ദം, ബട്ട് ഇതിനെ അവർ വിളിക്കുന്നത് ഷാഹ് പുലാവ് എന്നാണ്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെജിറ്റബിളിൻ്റെ സലാഡ് ഉണ്ടായിരുന്നു, കുറച്ച് കബാബ്സ് ഉണ്ടായിരുന്നു. അസർബൈജാനിലെ മെയിൻ ഡിഷസ് എന്ന് പറയുന്നത് കബാബ്സും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ അവരുടെ ഏതൊരു റെസ്റ്റോറൻറ്റിലും ഏതൊരു സ്ഥലത്ത് ചെന്നാലും പോമിഗ്രാനേറ്റിൻ്റെ ജ്യൂസാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജ്യൂസ്. എന്തായാലും ഞങ്ങളൊരു വെറൈറ്റിക്ക് എല്ലായിടത്തുനിന്നും പോമിഗ്രാനേറ്റ് കഴിച്ചത് കൊണ്ട് തന്നെ ഒരു വെറൈറ്റിക്ക് ഞങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇന്ത്യയുടെയും ഇമാറാത്തിൻ്റെയും അസർബൈജാൻ്റെ ഒക്കെ കൊടി അവർ നമുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. കബാബ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അസർബൈജാനിൽ പോയാൽ നല്ല ഫുഡുകളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് വെറൈറ്റി കബാബ്സ് ഒക്കെ നമ്മുടെ അസർബൈജാനിൽ കിട്ടും. എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് 500 AD പേ ചെയ്തു. ഇത് എക്സ്ട്രാ ആണ് കേട്ടോ. എക്സ്ട്രാ ഞങ്ങൾ മന്നാത്ത് നിന്നല്ല നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആക്ച്വലി കാർഡ് പേയ്മെൻ്റ് ആണ് ചെയ്തത്. UAEയുടെ കാർഡ് തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ട് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫുകൾ ഓൾറെഡി ഒരു ടിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അതിൽ ഇൻക്ലൂഡാക്കി അടിച്ച് കയറ്റിയിട്ടായിരിക്കും അവർ കൊണ്ടുവന്ന് തരിക നമുക്ക് മെഷീൻ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്.